വന്നിട്ടുള്ളത്. നല്ല വർക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളതൊരു ട്രാവൽ ബ്ലോഗൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ റിക്കൂട്ടൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നേണ്ട നാട്ടിൽ ക്ലബ്ബും അതുപോലെ തന്നെ സംഘവും കൂടിയിട്ട് അവനെ അനുമോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്ളോഗ് പോലെ എടുക്കാമെന്നെല്ലാം വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ മിനിയാൻ്റിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന ദിവസം ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ക്ലബ്ബിലേക്ക് പോകാമെന്ന് കേട്ടോ ചെയ്തത്. 4:30 പരിപാടി എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവിടുന്ന് വരുന്നത് മുതലുള്ള വ്ളോഗ് ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പം അവരെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ കുറേ ആളെ കണ്ടപ്പോൾ എനിക്കെന്തോ മടിയായിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ഉള്ള വീഡിയോ തന്നെ എൻ്റെ ആപ്പൻ്റെ മോനുണ്ട് അമ്പി, അവനെടുത്തതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു എന്നോടും കൂടി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് മൈക്കിൽ കൂടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവർ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കയറിയിട്ട് പ്രസംഗിക്കാൻ നിന്നതായിരുന്നു. ചെറുതിലിങ്ങനെ ഞാൻ പ്രസംഗിക്കലെല്ലാം ഉണ്ട്, കഥാപ്രസംഗം മറ്റേ പ്രസംഗം. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്തോ വുമൻസ് ഡേൻ്റെ പ്രോഗ്രാമിന് ഇങ്ങനെ സ്വാഗതമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇത് റിക്കൂട്ടൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കിന് മുന്നിൽ നിന്നത്. ആദ്യം പറിച്ചു വരും, കാരണം ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ടായിരുന്നു പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ നിന്നേണ്ട കൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ പിന്നെ എനക്കും പറയാതിരിക്കാൻ പറ്റൂലല്ലോ, നിന്നേണ്ട നാടാണ്. അങ്ങനെ ഞാൻ നിന്നേണ്ട കൊണ്ടും പറഞ്ഞു തുടങ്ങി. പിന്നെ എന്തോ ഉള്ളിലൊരു വിങ്ങൽ പോലെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് കരയെല്ലാം ചെയ്ത്. പിന്നെ ഞാൻ നോക്കുമ്പം അമ്മയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അമ്മ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് പിന്നെ അമ്മ എല്ലാവരും കൂടി വിളിച്ചാൽ അമ്മയും വന്ന്. അപ്പോൾ അമ്മേൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്ന കണ്ടപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും അങ്ങനെ കരഞ്ഞു പോയതാണ്. അപ്പോൾ എന്താ പറയണ്ടത്, ഞാനിങ്ങനെ വിചാരിക്കും നല്ല സന്തോഷത്തിൻ്റെ നടുക്കും ഒരു കരയാനുള്ളൊരു വിധിയാണല്ലോ ദൈവമേ തന്നത് എന്ന്. അപ്പോൾ എന്താ പറയണ്ടേ അങ്ങനെ വേറൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ കാണാനും കൂടി ശ്രമിക്കുക. വീഡിയോന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്കും നമുക്കുള്ള പ്രചോദനമാണ് കേട്ടോ. അതുകൂടാണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന്, അതായത് മിനിയാൻ്റിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ചുഴലിയിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ രാഘു ഉണ്ട് വണ്ടിയിൽ. പിന്നെ അമ്മായി ഉണ്ടായിരുന്നു, അമ്മായിൻ്റെ തളിപ്പറമ്പ് ഇറക്കണം. അമ്മായിൻ്റെ വീട് ആലക്കോടാണ്. പിന്നെ ഞാനും അതുപോലെ റിക്കൂട്ടനും ഈശുവും അമ്മയാണ് വണ്ടിയിലുള്ളത്. നിമിഷിച്ച് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് കുലുക്കല്ലുണ്ടാവും കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഇവർ രണ്ടാളിതാ പുറത്തേക്ക് നോക്കി കാഴ്ചയെല്ലാം കണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. റിക്കൂട്ടൻ ഫോൺ കണ്ടപ്പോൾ ഒരു ചിരിയെല്ലാം തന്നിട്ടുണ്ട് എല്ലാവർക്കും. എന്നിട്ട് ഇതാ വണ്ടിയിൽ പാട്ട് കേട്ടിട്ട് ക്ലാപ്പ് ചെയ്യാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ആൾ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ചില സമയത്ത് കിടന്നങ്ങ് ഉറങ്ങും, ചിലപ്പോൾ ഇതുപോലെ നല്ലപോലെ എൻജോയ് ചെയ്യും കേട്ടോ. നമ്മളങ്ങനെ പയ്യന്നൂർ വിട്ട് ഇവിടെ തളിപ്പറമ്പ് എത്തിയിട്ടുണ്ട്. അമ്മായിനെ ഇവിടെ നമ്മൾ ഇറക്കി. അമ്മായി അവിടുന്ന് ബസ്സിന് ആലക്കോടേക്ക് പോകുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റെല്ലാം പറഞ്ഞിട്ട് അമ്മായിനെ യാത്രയ്ക്ക്. അപ്പോഴേക്ക് നല്ല മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ വലിയ മഴക്കാറും ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു സൈഡ് എത്തുമ്പോൾ അങ്ങ് തുടങ്ങി മഴ പെയ്യാൻ. സൈഡ് എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് എത്തുമ്പോൾ കേട്ടോ നല്ല മഴയായിരുന്നു.
അങ്ങനെ പിന്നെ നമ്മളിതാ വീട്ടിലെത്തി, എന്താ പറയണ്ടേ, ഒന്ന് ഫ്രഷായിട്ട് നേരെ ക്ലബിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പം 4:30 എന്നായിരുന്നു അതിൽ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ ഇതിൻ്റെ അകത്ത്. പക്ഷേങ്കിൽ 5:30 തുടങ്ങും. അപ്പോൾ റിക്കൂട്ടനും ഇഷുവും രണ്ടാളും കൂടി ചാടി കയറുന്നുണ്ട് വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിക്കൂട്ടിനോട് സമ്മാനം വാങ്ങാനാണ് പോകുന്നതെന്നെല്ലാം പറഞ്ഞ് കേട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എടുത്തേക്കാന്നൊന്നും അറിയണ്ടാവും. പക്ഷേ ചില സമയത്ത് ഇടയ്ക്ക് ചോദിക്കും ഏതിയാ പോകുന്നേന്ന്. അപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ അച്ഛനുണ്ട്, റിക്കുവും ഇഷുവും ഉണ്ട്, പിന്നെ ഞാൻ, അമ്മ, അതുപോലെ അമ്മമ്മ, നമ്മളാണുള്ളത്. പിന്നെ അവിടുന്ന് താഴേന്ന് ആൻറ്റിമാരും അതുപോലെ തന്നെ നമ്മൾ അമ്പിയും ഉണ്ടായിട്ടുണ്ടായിനെ. നമ്മളവിടെ എത്തുമ്പോഴേക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച്, പക്ഷേ ആളെല്ലാം കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ചമ്മൽ തോന്നി കേട്ടോ. അപ്പോൾ റിക്കൂട്ടനും ഇഷുവും ആദ്യം ഫ്രണ്ടിൽ ഇരുന്നിട്ട് പിന്നെ നേരെ പുറകിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിനെ. അവിടെ അടുത്ത് തന്നെയായിരുന്നു, ക്ലബിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ശരത്തേട്ടൻ്റെ വീട്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സമയം ഇരിക്കണം. അപ്പോൾ അവിടെ ശരത്തേൻ്റെ അമ്മയൊന്നും ഉണ്ടായിട്ടില്ല, അവർ കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു. ശരത്തേൻ്റെ അച്ഛനുണ്ടായിരുന്നേ. അപ്പം അകത്ത് കയറി ഇരുന്നോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി പിള്ളേരെല്ലാവരും കൂടിയിട്ട് വണ്ടിയെല്ലാം ഓടിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു അവർ പോസ്റ്റർ എന്ന് പറയുന്നത്, റിക്കുട്ടനെ അനുമോദിക്കുന്ന പോസ്റ്റർ. ശരിക്കും അവർ ജനറൽ ബോഡി ഉണ്ടായിരുന്നു അന്ന്, എന്തോ കാരണം കൊണ്ട് അവരത് മാറ്റി വെച്ചിട്ട് ഇത് റിക്കൂട്ടനെ അനുമോദിക്കേണ്ട ആ ഒരു പരിപാടി മാത്രമായി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം റിക്കൂട്ടന് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രസംഗത്തിൽ എല്ലാവരെയും വാക്കുകളിലും നിന്നേണ്ടിയും നമ്മൾ റിക്കൂട്ടൻ്റെ പേരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഐ ആം എ പ്രൗഡ് വൈഫ് ആൻഡ് ഐ ആം എ പ്രൗഡ് മദർ എന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലാണ് മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളത്. നല്ല വർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ലബിലെ ഭാരവാഹികൾക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. 6 മാസം മുതൽ തന്നെ നല്ല രീതിയിൽ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കോഴ്സ് പഠിക്കുകയായിരുന്നു. അധികം സമയത്താണ് എൻ്റെ അമ്മേൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ അവൻ ഉറക്കുന്ന സമയത്തെല്ലാം അമ്മ ഇങ്ങനെ ABCD ആദ്യമൊക്കെ ഇങ്ങനെ പാഠരൂപത്തിൽ പറഞ്ഞിട്ട് അവൻ ഉറക്കലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മിംസിൽ ഇന്റേൺഷിപ്പൊക്കെ ചെയ്യാൻ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അമ്മ ഞാൻ നേരെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, കാരണം പാടിപ്പിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ എൻ്റെ അമ്മയാണ് കൂടുതൽ അവനായിട്ട് മുകളിൽ ചെയ്തിട്ട് നിൽക്കലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ചെറിയ ചെറിയ കാർഡ്സ് വാങ്ങിയിട്ട് അവനെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ചെറിയ മോനായിട്ട് അധികം അങ്ങനെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് അമ്മയൊക്കെ പറയുന്നുണ്ട്, കുട്ടനെ സ്കൂൾ അംഗൻവാടി പോകുന്ന സ്ഥലം മുതലേ തന്നെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവൻ്റെ ഈ കഴിവ് കാണുമ്പോഴൊക്കെ നമുക്ക് തന്നെയാണ് ഓർമ്മ വരിക. അപ്പോൾ അവൻ്റെ ഒരു കഴിവ് എന്തായാലും ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കഴിവൊന്നും വിചാരിച്ചു വന്നതേ അല്ല, അമ്മയെ നല്ല ഇഷ്ടമൊക്കെ കൊണ്ടുവന്നതാണ്. എല്ലാവർക്കും അറിയിക്കുന്നു നിന്നാണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ്. അപ്പം അത് എല്ലാവരെയും അറിയിക്കണം എന്നുള്ളത് നിന്നാണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ചാറ്റ് വരെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മളെ മക്കൾ മോനിലൂടെ നിന്നാന്റെ പേര് പല സ്ഥലത്തും കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം. പിന്നെ പണ്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ കാഴ്ച വാങ്ങി പഠിപ്പിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ബുക്ക് വാങ്ങി പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ എണീക്കും, ഒരു 6 മണി വരെ എണീച്ചിട്ട് ഇരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ എണീച്ചിട്ട് അവനെ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നെന്താ യൂട്യൂബ് വഴി ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ കാര്യം അറിയാൻ പറ്റിയത്.
ഞാൻ അതിൽ അപ്ലൈ ചെയ്തതിനേക്കാളും കാര്യങ്ങളാണ് അറിയാം. പക്ഷേ ലീവ് എടുക്കാനുള്ളൊരു സമയമാവില്ല. എപ്പോഴും ഇങ്ങനെ ആശ്ചര്യം പോലെ അപ്പോൾ പുറത്തിങ്ങനെ ഇടവഴി നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ലീവ് എടുത്ത് അയച്ചു കൊടുത്ത് ഏകദേശം 1 മാസം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കിട്ടാനുള്ള. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ ഒന്നും പറയാത്ത പോലെ. ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ഞാൻ അമ്മേനോട് പറയുന്നത് ഞാൻ കരഞ്ഞല്ലേ, വെറുതെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവന് 3 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 2 ഫോട്ടോ ഫ്രെയിമും പിന്നെ 1 കംപ്ലീറ്റ് ഈ മുട്ടായി ആയിരുന്നു കേട്ടോ, മറ്റേ നമ്മളെ മിൽക്കി ബാറിലത്. അപ്പോൾ വന്ന ഉടനെ റെക്കോർഡിന് അത് കിട്ടി, ഓന് സന്തോഷമായി. അപ്പം 1 ഈ നവഭാവന ഗ്രന്ഥാലയത്തിൻ്റെ, അതായത് ലൈബ്രറീൻ്റെ ഒരു ഇതും, മറ്റേത് ഈ സംഘം വകയുള്ളൊരു ഫ്രെയിമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിക്കൂട്ടനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത് എന്നുള്ള വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൈക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുന്നിലത്തെ വീഡിയോ എങ്ങാനും തോന്നും സൗണ്ട് കുറവാന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മൈക്കില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അത്. ഞാൻ പരമാവധി വേഗത്തിൽ എന്താ പറയണ്ടേ, നമ്മളെ ചാനലിൽ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഈ ഒരു വീക്ക് തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മളെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.